ഹലോ ഫ്രണ്ട്സ്, ആൻഡ് ഹസ്ലാഗിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല സ്വാദും ടേസ്റ്റൊക്കെ ആയിട്ട് നല്ല ക്രിസ്പി സ്നാക്സ് ആണ് കേട്ടോ. ചക്കക്കുരു വെച്ചിട്ടാട്ടോ ഞങ്ങളിത് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ പറയുകയാണെങ്കിൽ ചക്കക്കുരു വട. അതിന് നമ്മൾ ആദ്യം കുറച്ച് ചക്കക്കുരു കഴുകി വൃത്തിയാക്കി കുക്കറിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. മൊത്തം വാരിയിടാം. പിന്നെ കുറച്ച് വെള്ളം ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വേവിക്കണം. വെന്ത ശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് തൊലിയൊക്കെ ഇങ്ങനെ കളയാം. എന്നിട്ട് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഇഞ്ചി, കറിവേപ്പില, ഉള്ളി, മല്ലിയില, മുളക് ഇതൊക്കെ സെറ്റാക്കി വെക്കാം. നമുക്ക് പിന്നെ ഈ പുഴുങ്ങിയ ചക്കക്കുരു മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ആദ്യം നല്ലൊരു പാത്രം, അതിലേക്ക് നമുക്ക് 1/2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതേപോലെ നമുക്ക് 1/2 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇട്ട് കൊടുക്കുക. നമ്മൾ മുമ്പ് അരച്ച് വെച്ചതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ അരിഞ്ഞ് സെറ്റാക്കി വെച്ച സാധനങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഉള്ളി, കറിവേപ്പില, ഇഞ്ചി, പിന്നെ മല്ലിയില ഒക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിന് ബൗളൊക്കെ നിറഞ്ഞു, അതുകൊണ്ട് അതിൽ നല്ലപോലെ മിക്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ആ ബൗള് മാറ്റി. നിറഞ്ഞുകൊണ്ട് നമ്മൾ പാത്രം മാറ്റിയത് കണ്ട മിക്സൊക്കെ അതിൻ്റെ അകത്ത് തന്നെ ഇട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് അത് മിക്സ് ചെയ്യണം. അതിൽ ലേശം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടതിന് ശേഷം മിക്സ് ചെയ്തിട്ടോ നന്നായിട്ട്. എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച് ക്ഷണിച്ചു പോയി. റെസ്റ്റ് ചെയ്തോട്ടെ.
സമയത്ത് കയ്യിലൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. പക്ഷെ നമ്മൾ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ഈ ചക്കക്കുരു മിക്സിയിലിട്ട് അരക്കുമ്പോൾ വെള്ളം ഒഴിച്ചിരുന്നില്ലേ, ആ വെള്ളം മാത്രമേ പറ്റുള്ളൂ. അത് ഈ മിക്സിയിലൊക്കെ പെടുമല്ലോ. അപ്പം ഇനി നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഞാൻ റെഡി. പരത്തുക, നടുവിലൊരു ഓട്ടയിട്ട് വട. നെക്സ്റ്റ് പേഷ്യൻറ്റ്. അതേപോലെ ചെയ്യുക. പരത്തുക, നടുവിലൊരു ഓട്ട. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റാണ്. ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കണമെന്ന് തന്നെ അറിയാൻ പറ്റുന്നില്ല, അത്രക്കും ടേസ്റ്റാ. ഇനി നമുക്ക് ചൂടായ എണ്ണയിലോട്ടിട്ട് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഉള്ളിലൊന്നും നല്ലപോലെ വേവൂല. നല്ല കറുമുറന്ന് വെള്ളയിക്കണം. ഒന്ന് ബ്രൗൺ കളർ ആവണ വരെ എണ്ണയിലിട്ട് നല്ല വറുക്കുക. ബ്രൗൺ കളർ ചെറുതായിട്ടായാൽ നമുക്ക് ഹാഫ് ആണെങ്കിൽ അങ്ങനെ ആക്കാം. ഇങ്ങനെ ആക്കണമെങ്കിൽ ഇങ്ങനെ ആക്കാം, ഇങ്ങനെയാണെങ്കിലും ആക്കാം. ഞങ്ങൾ ഇങ്ങനെ ആക്കിയത് അന്നേരം നല്ല സോഫ്റ്റ് ആയിരുന്നു, ക്രിസ്പി ആയിരുന്നു. പിന്നെ സ്നാക്സ് അടിപൊളിയായിരുന്നു. ടൊമാറ്റോ സോസും. നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ, ബൈ.